വാസുദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. കൊണ്ടൽ വർണ്ണ തിരുമേനിയെ സദാ കണ്ടു മരുവുന്ന രാധികേ, നീണ്ട നീലനയനങ്ങൾ കൊണ്ടു വൈകുണ്ഠഗാത്രം ഇവനൊന്നു കാട്ടണേ. ഇന്ദ്രനീലമണി പോലെ മിന്നുമീ നന്ദനന്ദന സുവർണ വിഗ്രഹം ചന്ദ്രഭാനുശതതുല്യ ശോഭയോടെന്നുമെൻ്റെ ഹൃദി ഉല്ലസിക്കണേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആഹ്ലാദിനി ശക്തിയാണ് രാധാറാണി. രാധാറാണിയെ കല്യാണം കഴിച്ചിട്ടില്ല, എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്നൊരു ചോദ്യം ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അവനവൻ്റെ പ്രതിബിംബത്തിന് ആരെങ്കിലും കല്യാണം കഴിക്കുമോ? രുക്മിണീദേവി മഹാലക്ഷ്മിയുടെ അവതാരമാണ് രുക്മിണീദേവി. മഹാലക്ഷ്മിയുടെയും സരസ്വതീദേവിയുടെയും പാർവതീദേവിയുടെയും ഉത്ഭവസ്ഥാനം സാക്ഷാൽ രാധാറാണി തന്നെയാണ് എന്നാണ്. അപ്പോൾ രാധാറാണി വൃന്ദാവനത്തിലെ ബർസാനയിലാണ് സാന്നിധ്യം ചെയ്യുന്നത്. ബർസാനയ്ക്ക് ചുറ്റുമായിട്ട് അഷ്ടസഖികളുടെ ക്ഷേത്രങ്ങളും കാണാൻ സാധിക്കും. ഓരോ സഖിമാരുടെയും ക്ഷേത്രങ്ങൾ പ്രത്യേക തരത്തിലുള്ള ആ ഗ്രാമങ്ങളിലാണ് കാണാൻ സാധിക്കുക. ഓരോ ഗ്രാമങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും അവിടെ നേരത്തെ നടയടയ്ക്കും. പിന്നെ കുറച്ച് വൈകിട്ടേ നട തുറക്കുള്ളൂ. കാരണം എന്താണ്? എല്ലാവരും രാധാറാണിയുടെ സേവയ്ക്കായിട്ട് ബർസാനയിൽ വരുന്നു. അതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ഓരോ സഖിമാരും ഓരോ പ്രത്യേക തരത്തിലുള്ള സേവയാണ് ചെയ്യുന്നത് എന്നാണ്. ലളിതാ സഖി ആണ് ആദ്യത്തെ സഖി എന്നാണ്. ഈ ലളിതാ സഖിയുടെ ക്ഷേത്രമുള്ളത് ഉഞ്ചേഗാവ് എന്ന സ്ഥലത്താണ്. ബർസാനയുടെ ചുറ്റുമായിട്ടാണ് ഈ ഗ്രാമങ്ങൾ മുഴുവൻ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ദേവി ലളിതാ സഖി വീണവാനയിൽ വളരെയധികം സമർത്ഥയാണ് എന്നാണ്. പിന്നെ രാധാറാണിക്കും ഭഗവാനും താമ്പൂലം സമർപ്പിക്കുന്നത് ലളിതാദേവിയാണ് എന്നാണ്. പിന്നെ രണ്ടാമത് വിശാഖാസഖി കമായി ഗ്രാമത്തിലാണ് ആ ക്ഷേത്രം കാണാൻ സാധിക്കുക. പിന്നെ ചന്ദനം, കർപ്പൂരം ഇങ്ങനെയുള്ള സുഗന്ധ ലേപനങ്ങളെ കൊണ്ട് രാധാകൃഷ്ണന്മാരെ സേവിക്കുകയാണ് ഈ ദേവി ചെയ്യുന്നത് എന്നാണ്. മൂന്നാമത്തെ എന്നാണ് ഇന്ദുലേഖാസഖി ആഞ്ജനോഖ് ഗ്രാമം. അവിടെയാണ് ആ ക്ഷേത്രം നമ്മൾ കാണാൻ സാധിക്കും. അവിടെ ഒരു കാജൽ ശില അതിപ്പോഴും കാണാൻ സാധിക്കും. അവിടെ അതിൽ തൊട്ടിട്ട് കണ്ണെഴുതിയിട്ട് ഭഗവാനെ അലങ്കരിക്കാൻ അത് തൊട്ടിട്ടാണ് അത്ര കണ്ണെഴുതിക്കാനൊക്കെ അഞ്ജനം എഴുതിക്കുക. അത് ആഞ്ജനോക്ക് ശില എന്ന ആ കാജൽ ശില എന്നത് അവിടെ കാണുന്നതുകൊണ്ട് ആഞ്ജനോക്ക് ഗ്രാമത്തിലാണ് കാണാൻ സാധിക്കുക. ഭഗവാന്റെ പ്രാണപ്രേയസിയായിട്ടുള്ള രാധാറാണിയെ ശരീരം മസാജ് ചെയ്തിട്ട് തലോടിയിട്ട് ആനന്ദം പകർന്നു കൊടുക്കുന്നു എന്നാണ് ഇന്ദുലേഖ സഖി ചെയ്യുന്ന സേവ എന്നാണ്. രണ്ടുപേരെയും വസ്ത്രങ്ങൾ കൊണ്ട് ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കുന്നു. ഇതാണ് അവർ ചെയ്യുന്ന ഇന്ദുലേഖ സഖി ചെയ്യുന്ന സേവ. പിന്നെ നാലാമത് തുംഗവിദ്യാസഖി ആണ് നാലാമത്. ഡബയര ഗ്രാമത്തിലാണ് ആ ദേവി താമസിക്കുന്നത്. എല്ലാവിധത്തിലുള്ള ആ വാദ്യ ഉപകരണങ്ങളും സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യുന്നു ഈ തുംഗവിദ്യാസഖി എന്നാണ്. പിന്നെ ശുദ്ധജലം ഭഗവാനും രാധാറാണിക്ക് സമർപ്പിച്ച് സേവ ചെയ്യുന്നു തുംഗവിദ്യാസഖി. അഞ്ചാമത് ചിത്രാസഖിയാണ്. ചിത്രാസഖി ചിക്സോളി എന്നുള്ള ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം കാണാൻ സാധിക്കുക. അപ്പോൾ സിത്താർ വായിച്ചിട്ട് രണ്ടുപേരെയും ആനന്ദിപ്പിക്കുന്നു. വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് ആ ഭഗവാനെയും രാധാറാണിയും അലങ്കരിക്കുന്നു എന്നാണ്. ആറാമത് ചമ്പകലതാ സഖിയാണ്. അത് കർഹയില ഗ്രാമത്തിലാണ് ഈ ദേവിയുടെ
ദേവി ഉണ്ടായിട്ടുള്ളത്, സാന്നിധ്യം ചെയ്യുന്നത് എന്നാണ്. അവിടെ വൃന്ദാവനത്തിലെയും ബർസാനിലെയൊക്കെ എല്ലാ നികുഞ്ചങ്ങളും വൃക്ഷങ്ങളും എല്ലാം സംരക്ഷിക്കുന്നത് ചമ്പകലത സഖിയാണ് എന്നാണ്. പിന്നെ ഭഗവാന് രാധാറാണിക്ക് വെഞ്ചാമരം വീശിക്കൊണ്ട് ഉപചാരങ്ങൾ ചെയ്യുന്ന സേവയാണ് ഈ ചമ്പകലത സഖി ചെയ്യുന്നത് എന്നാണ്. പിന്നെ രംഗസഖി രാഘോർ എന്നുള്ള ഗ്രാമത്തിലാണ്. നല്ല ചുവന്ന നിറമുള്ള അരുണവർണ്ണമുള്ള ചായം കൊണ്ട് ആ രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും പാദങ്ങളെ അലങ്കരിക്കുന്നു. ഈ സേവയാണ് ആ ദേവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8ാമതായിട്ടാണ് സുനേര ഗ്രാമം. സുദേവി സഖി സുനേര ഗ്രാമത്തിലാണ് ദേവി സാന്നിധ്യം ചെയ്യുന്നത്. അവിടെ പ്രത്യേക വിധത്തിലുള്ള വിശേഷപ്പെട്ട ജലം സമർപ്പിച്ചുകൊണ്ട് രാധാകൃഷ്ണന്മാർക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു ദേവി എന്നാണ്. ഭഗവാന്റെ എന്തെന്നില്ലാത്ത അനുഗ്രഹം കൊണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പേ 1 മാസം വൃന്ദാവനത്തിൽ, അതായത് രാധാകുണ്ടിൽ താമസിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായി എന്നാണ്. ശ്രീകൃഷ്ണദാസ് പ്രഭു ഉണ്ട് അവിടെ. ആ പ്രഭു പുരി മഹാരാജൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാജിയോട് കൂടിയിട്ട് താമസിക്കാൻ സാധിച്ചു. ആ സമയത്ത് ഈ 8 ഗാവുകളിലും അഷ്ടസഖി ഗ്രാമങ്ങളിൽ മുഴുവൻ പോവാനും ബർസാനയിൽ എത്രയോ തവണ പോവാനും അനേകം വിശേഷപ്പെട്ട ആ ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിക്കാനൊക്കെ ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. ഈ ഗ്രാമങ്ങളിലെല്ലാം അഷ്ടസഖി ഗ്രാമങ്ങളിലും നേരിട്ട് പോവാനും അവിടെ വെച്ചിട്ട് അവിടുത്തെ സഖിമാരെ തൊഴാനും നാമം ജപിക്കാനും നമ്മളുടെ സേവകൾ അവിടെ സമർപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ നമ്മൾ വൃന്ദാവനത്തിൽ പോകണമെങ്കിൽ അങ്ങനൊരു ഉദ്ദേശം വെച്ചിട്ട് പോവുക. ബർസാനയിൽ പോവുക. ബർസാന രാധാറാണിയുടെ പ്രത്യേക തരത്തിലുള്ള സാന്നിധ്യം ചെയ്യുന്ന സ്ഥലമാണ് ബർസാന. രാധാറാണിയുടെ കൊട്ടാരം അവിടെ കാണാൻ സാധിക്കും. വലിയൊരു ഭാഗ്യമുണ്ടായി. എന്നാൽ രാധാറാണിയുടെ ആഹാരം ഉണ്ടാക്കുന്ന അടുക്കള, പ്രസാദം ഉണ്ടാക്കുന്ന അടുക്കള കാണാൻ സാധിച്ചു. അവിടെ നിവേദിച്ച പ്രസാദം അവിടുത്തെ ആ രാജഭോഗ് കഴിഞ്ഞ സമയത്ത് ആ പ്രസാദം സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. അപ്പോൾ ആ അനുഗ്രഹത്തിന് വേണ്ടി വീണ്ടും ഗുരുവായൂരപ്പൻ്റെയും ഭക്തി വേദാന്തസ്വാമി പ്രഭുപാദരുടെ ശിഷ്യനായിട്ടുള്ള വേദവ്യാസ പ്രിയ മഹാരാജൻ്റെയും ഒക്കെ അനുഗ്രഹം കൊണ്ടാണ്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽ വന്നു എന്നുള്ളത് കൊണ്ട്, ഭക്തി വേദാന്ത സ്വാമിയുടെ പരമ്പരയിൽ വന്നു എന്നുള്ളത് കൊണ്ടാണ്, ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. അപ്പോൾ നല്ലതായിട്ട് എന്തെങ്കിലും നമുക്ക് സാധിച്ചെങ്കിൽ അതെല്ലാം ഗുരു ഒരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണപ്രശാന്തേ എന്ന് പറയാറുണ്ട്. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.